ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 24 രൂപ റേഞ്ചിൽ മൾട്ടി ബാഗ് പെന്നി സ്റ്റോക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ മൾട്ടി ബാഗ് പെന്നി സ്റ്റോക്കുകൾ എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ നിക്ഷേപകന് 100%-ലേറെ നേട്ടം കൊടുക്കുകയും അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറഞ്ഞ അതുപോലെ തന്നെ വില കുറഞ്ഞ കമ്പനികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പെന്നി സ്റ്റോക്കുകളുടെ മെയിനായിട്ടുള്ള പ്രശ്നം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു സ്റ്റഡി നടത്തിയിട്ട് വേണം ഈ ഒരു സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്ന നല്ല സ്റ്റോക്കുകൾ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഫ്യൂച്ചർ സ്റ്റഡി നിങ്ങൾ നടത്തിയിട്ട് വേണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം നമ്മൾ 3ഓളം സ്റ്റോക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. മറ്റ് സ്റ്റോക്കുകൾ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പെന്നി സ്റ്റോക്കുകൾ, മൾട്ടി ബാഗ് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകൾ നമ്മുടെ ചാനലിലെ ജോയിൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ മെമ്പേഴ്സ് അത് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്റ്റോക്കുകൾ അതിൻ്റേതായ റീസൺസ് ഉണ്ട്. നമ്മളൊരു മൾട്ടി ബാഗ് പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിൻ്റെ വളരെ കുറഞ്ഞൊരു എമൗണ്ട് മാത്രമാണ് നമുക്ക് ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ റിസ്ക് അത്രത്തോളം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നല്ല സ്റ്റോക്കുകളാണോ എന്നുള്ള ഒരു വിലയിരുത്തലിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സലാസ് ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇപ്പോൾ 24 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതും കൂടി ഒന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഈ കമ്പനി എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്യുന്നത് സ്റ്റീൽ സ്ട്രെച്ചേഴ്സിൻ്റെ മാനുഫാക്ചറിങ്, അതുപോലെ ടെലികോം ടവേഴ്സ്, സോളാർ പാനലുകൾ തുടങ്ങിയ കാര്യങ്ങൾ, അതായത് സ്റ്റീൽ സെഗ്മെൻറ്റിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു EPC സെഗ്മെൻറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. മെയിനായിട്ട് EPC പ്രൊജക്റ്റുകൾ അവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് റെയിൽവേ അതുപോലെ തന്നെ പവർ സെക്ടർ ഫോക്കസ് ചെയ്തിട്ടാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 50,000-ഓളം ടെലികോം ടവേഴ്സ് കമ്പനി ഓൾറെഡി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 746 കിലോമീറ്റർ പവർ ട്രാൻസ്മിഷൻ ലൈനുകൾ ഈ ഒരു കമ്പനി EPC പ്രോജക്റ്റുകൾ വഴി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റെയിൽവേ ട്രാക്കുകൾ നോക്കുകയാണെങ്കിൽ 629 കിലോമീറ്റർ റെയിൽവേ ട്രാക്കുകൾ ഈ ഒരു കമ്പനി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 25ഓളം രാജ്യങ്ങളായിട്ട് 600ഓളം ക്ലയൻറ്റ്സ് ഈ ഒരു കമ്പനിക്ക് ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ വെൽ നോൺ ആയിട്ടുള്ള ക്ലയൻറ്റ്സുകൾ ഈ ഒരു കമ്പനിക്ക് ഉണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ എയർടെൽ, ജിയോ, ബജാജ്, അദാനി സോളാർ, L&T, ടാറ്റ പ്രൊജക്റ്റ്, ജിൻഡ സ്റ്റീൽ ആൻഡ് പവർ, അമേരിക്കൻ ടവർ പോലെയുള്ള വെൽ നോൺ ആയിട്ടുള്ള കമ്പനികൾ ഈ കമ്പനിയുടെ ക്ലയൻറ്റ്സ് ആണ്. അതുപോലെ നല്ലൊരു ഓർഡർ ബുക്കിലാണ് ഈ ഒരു കമ്പനി ഇരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് EPC ഓർഡേഴ്സ് തന്നെ ഏകദേശം 1000 കോടി രൂപയ്ക്ക് മുകളിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ എക്സ്പോർട്ട് EPC ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ 200 കോടി രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കമ്പനിയുടെ കൈവശമുണ്ട്. അതുപോലെ ഹെവി സ്റ്റീൽ സ്ട്രക്ചർ ഡിവിഷനിലാണെങ്കിൽ 130 കോടിയുടെ മുകളിൽ, മോണോപോൾസ് 53 കോടിയുടെ മുകളിൽ, ടെലികോം ടവർ എക്സ്പോർട്ട്സിന് 37 കോടി രൂപയ്ക്ക് മുകളിലാണ്. അതുപോലെ ടെലികോം ടവർ സെഗ്മെൻറ്റിൽ നിന്ന് മന്ത്ലി 30 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾ ഈ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ വേൾഡിലെ ലീഡിങ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ജൈൻ റാബോളായിട്ട് ഈ കമ്പനി കൊളാബറേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മെയിനായിട്ട് ടെലികോം കമ്മ്യൂണിക്കേഷൻ ടവേഴ്സിൻ്റെ അതുപോലെ മോണോപോൾസിൻ്റെയൊക്കെ ഡിസൈൻസിൽ അതിൻ്റെ ക്വാളിറ്റി കൺട്രോളിനും വേണ്ടിയിട്ടാണ് ഈ ഒരു കൊളാബറേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു കമ്പനിയാണ്, ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് ഏകദേശം 138% ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതായത് 1 ലക്ഷം രൂപ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 2.38 ലക്ഷം രൂപയായിട്ട് അത് മാറിയിട്ടുണ്ട്. നമ്മളതിൻ്റെ റീസെൻറ്റ് ഫണ്ടമെൻ്റൽ റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷണൽ ഏകദേശം 26% ഇയർ ഓൺ ഗ്രോത്താണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കമ്പനിയായിട്ട് റീസെൻ്റ് റിലേറ്റഡ് ആയിട്ട് 2 ന്യൂസുകളാണ് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. ഒന്ന്, ഈ ഒരു കമ്പനി റീസെൻ്റ്ലി ഒരു 3-4 ദിവസം മുമ്പ് ഒരു 1000 കോടി രൂപയുടെ മുകളിലുള്ള 1033 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്ന് നേടുകയുണ്ടായി, റിസീവ് ചെയ്യുകയുണ്ടായി. അത് നല്ലൊരു
ബുക്ക് ഓർഡറാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. ഒരു 5 ദിവസത്തിനുള്ളിൽ നടന്ന ഒരു ഡെവലപ്മെൻറ്റാണ്. അതുപോലെ മറ്റൊരു ഡെവലപ്മെൻറ്റ് നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ കമ്പനി റീസെൻ്റ്ലി ഒരു കമ്പനീനെ അക്വയർ ചെയ്തിരുന്നു. അതായത് 2 ദിവസം മുമ്പ് EMC, അതായത് ഇലക്ട്രിക്കൽ മാനുഫാക്ചറിങ് കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനീനെ ബൈ ചെയ്തിരുന്നു. 100% അവരുടെ ഓണർഷിപ്പ് ഏറ്റെടുത്തിട്ട് ഈ ഒരു കമ്പനി മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് EPC സെഗ്മെൻറ്റിൽ തന്നെയാണ്. അതായത് നിലവിൽ സലാസ് ടെക്നോളജിയുടെ അതേ സെഗ്മെൻറ്റിൽ തന്നെയുള്ള ഒരു കമ്പനിയാണ് EMC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 1970 തൊട്ടുള്ള ഒരു കമ്പനിയാണ്. മെയിനായിട്ട് സ്റ്റീൽ ടവറിൻ്റെ, അതുപോലെ തന്നെ ഗാൽവനൈസ്ഡ് സ്റ്റീൽ ടവർ, അതുപോലെ തന്നെ കണ്ടക്ടേഴ്സിൻ്റെ ഹാർഡ്വെയർ ഐറ്റംസ് നിർമ്മിക്കുന്നൊരു കമ്പനിയായിരുന്നു. റീസെൻ്റ്ലി EPC പ്രോജക്റ്റുകളിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മെയിനായിട്ട് കമ്പനി സലാസ് ഇത് ഏറ്റെടുക്കാനായിട്ട് അവർ പറയുന്നൊരു കാര്യം സെയിം ഇൻഡസ്ട്രി തന്നെയാണ്. അതിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട്, നിലവിലുള്ള ഇൻഡസ്ട്രി എക്സ്പാൻഷന് വേണ്ടിയിട്ടും അതുപോലെ ഓപ്പറേഷൻ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു കമ്പനീനെ ഏറ്റെടുത്തത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതും ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കമ്പനിക്ക് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് മൾട്ടി ബാഗ് പൊട്ടൻഷ്യൽ ഘടകങ്ങൾ ഈ സ്റ്റോക്കിനുണ്ട്. നിലവിൽ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്നത് 21 രൂപ റേഞ്ചിലാണ്. ഒരു നല്ലൊരു സ്റ്റോക്കാണ്, ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോക്കാണ്. നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് മിഷ്താൻ ഫുഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. മിഷ്താൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ 24 രൂപ റേഞ്ചിൽ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ബസ്മതി റൈസുകളുടെ പ്രൊഡക്ഷനും അതിൻ്റെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ സെൽസിലുമാണ്. അതുപോലെ വീറ്റ്, പൾസസ്, സാൾട്ട് പോലെയുള്ള പ്രൊഡക്റ്റുകൾ ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ബ്രാൻഡഡ് അൺബ്രാൻഡഡ് സെഗ്മെൻറ്റിൽ ഈ കമ്പനിക്ക് നല്ല സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. ഇവരുടെ വളരെ വെൽ നോൺ ആയിട്ടുള്ള 2 ബസ്മതി റൈസ് ബ്രാൻഡുകളാണ് പ്രസ്റ്റീനോ അതുപോലെ സ്നോഫ്ലേക്ക് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഗുജറാത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഏകദേശം ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ 70,000-ഓളം റീറ്റെയിൽസ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ഒരു വെൽ നോൺ പ്രസൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണിത്. നമ്മൾ ഈ കമ്പനി സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാർട്ടർ റിസൾട്ടുകളാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ റിസൾട്ടും ക്വാർട്ടർ റിസൾട്ടും നോക്കുകയാണെങ്കിൽ നല്ലൊരു കമ്പനിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം റവന്യൂ, ഓപ്പറേഷനിൽ നിന്നുള്ള റവന്യൂ നോക്കുമ്പോൾ 101% വർധനമാണ് കഴിഞ്ഞൊരു ക്വാർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എബിറ്റ നോക്കുകയാണെങ്കിൽ 326% വർധനവാണ്. അതുപോലെ പാറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു ഈ ഒരു ഗ്രോത്ത്, ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് ഈ കമ്പനിയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു 3 വർഷത്തെ CAGR ഗ്രോത്ത് തന്നെ ഏകദേശം 90% അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫിനാൻഷ്യലുള്ള ഒരു ബസ്മതി റൈസിനെ സ്ട്രാറ്റജിക് ഫോക്കസ് ചെയ്ത് പോകുന്ന FMCG സെഗ്മെൻറ്റിലെ ഒരു സ്മോൾ ഒരു പെന്നി സ്റ്റോക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടേതായ ഒരു റിസ്ക് അനാലിസിസ് നടത്തിയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു മാർച്ച് 20 റെക്കോർഡ് ഡേറ്റ് വെച്ചിട്ട് ഒരു റൈറ്റ് ഇഷ്യൂ ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത് 18 രൂപ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് സിൻകോം ഫോർമുലേഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. 1995 തൊട്ടുള്ള ഒരു കമ്പനിയാണ്. മെയിനായിട്ട് ഒരു ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. നമ്മൾ 10 രൂപ റേഞ്ചിന് താഴെ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഏകദേശം 15ഓളം രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ 400ഓളം പ്രൊഡക്റ്റുകൾ സ്വന്തം പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ്. ഇപ്പോൾ ഇവരുടെ ഏകദേശം 300ഓളം ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻസ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകളായിട്ട് കമ്പനി സെല്ല് ചെയ്യുന്നുണ്ട്. അതായത് ടാബ്ലറ്റ്സും ക്യാപ്സ്യൂൾസും ലിക്വിഡ് ഓറൽസും ആയിട്ട് ഏകദേശം 65ഓളം പ്രൊഡക്റ്റ് ബ്രാൻഡഡ് അലോപ്പതി സെഗ്മെൻറ്റിൽ ഈ ഒരു കമ്പനിക്കുണ്ട്. അത് ഹെർബൽ കാറ്റഗറിയിൽ ഏകദേശം 32ഓളം പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ കമ്പനിയുടെയും തെറ്റില്ലാത്തൊരു നല്ല റിസൾട്ടാണ് റീസെൻറ്റ് ക്വാർട്ടേഴ്സിലും അത് ഇയർ ഓൺ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതും നിക്ഷേപകർക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നോക്കുകയാണെങ്കിൽ 108% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. നിലവിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 12 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്.
അപ്പോൾ നമ്മൾ മെയിനായിട്ട് 3 കമ്പനികളാണ് 24 രൂപ റേഞ്ചിന് താഴെ പരിചയപ്പെടുത്തിയത്. മറ്റ് കമ്പനികൾ നമ്മൾ ജോയിൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളിൽ റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നു. നിങ്ങളുടേതായ ഒരു പ്രോപ്പർ സ്റ്റഡി നടത്തിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.